യേശു തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ യേശുവിൻ്റെ നയനങ്ങൾ തുറന്നാണിരുന്നത്. അവിടുന്ന് തൻ്റെ തല ചായ്ച്ച് പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ കണ്ണ് അടഞ്ഞു. യേശു കണ്ണ് ഉയർത്തി എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. ലാസറിൻ്റെ കുഴിമാടത്തിൽ യേശു കണ്ണുയർത്തി പറഞ്ഞു, ലാസറേ, നീ പുറത്തു വരിക. കുരിശ് മരമാണ്. യേശു മരത്തിൽ കയറിയില്ല. കുരിശിൽ യേശുവിനെ മരത്തോട് ചേർത്ത് യേശുവിനെ കുരിശിൽ തറച്ചു. മരത്തിൽ കയറിയ സക്കേവുസിനെ യേശു വിളിച്ച് താഴെ ഇറക്കി. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനത്തെ രക്ഷയിലേക്ക് യേശു കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ ജീവിതം അവസാനിക്കാറായി. 2 ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിൽ ചെല്ലുക. അവിടെ വലിയൊരു വീടുണ്ട്. ആ വീട്ടിൽ പെസഹ ഒരുക്കുക. പെസഹ ഒരുക്കി. അത്താഴത്തിൻ്റെ സമയമായി. വ്യത്യസ്തമായൊരു അത്താഴമായി തീരുകയാണ്. അവിടുന്ന് അപ്പം എടുത്തിട്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അതുപോലെ തന്നെ യേശു എടുത്തിട്ട് അരുളി ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ വീഞ്ഞുണ്ട്. വീഞ്ഞുള്ള പാത്രം എടുത്തിട്ടാണ് പറയുന്നത്, ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുവിൻ. അപ്പം യേശുവിൻ്റെ ശരീരമായി, വീഞ്ഞ് യേശുവിൻ്റെ രക്തമായി മാറി. കണ്ണ് ഉയർത്തി പിതാവിലേക്ക് നോക്കിയപ്പോൾ ലാസറിൻ്റെ കുഴിമാടത്തിൽ കണ്ണുയർത്തി ജീവനേകി. സക്കേവുസിൻ്റെ അരികിൽ കണ്ണുയർത്തി ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പെസഹ രാത്രിയിൽ യേശു കണ്ണുയർത്തി അപ്പം യേശുവിൻ്റെ ശരീരമാക്കി, വീഞ്ഞ് യേശുവിൻ്റെ രക്തമായി മാറ്റി. നമുക്ക് കണ്ണുയർത്തുന്നവരാകാം. ദൈവത്തിലേക്ക്, വചനത്തിലേക്ക്, സഹോദരങ്ങളിലേക്ക്. യേശു കണ്ണുപയോഗിച്ചതുപോലെ നമുക്ക് കണ്ണുപയോഗിക്കാം. സമാധാനത്തിലേക്ക് കണ്ണുയർത്താം, വേദനയിലേക്ക് കണ്ണുയർത്താം, എല്ലാവരിലേക്കും ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, അങ്ങ് കണ്ണുയർത്തിയതുപോലെ കണ്ണുയർത്തി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അങ്ങയിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും സമാധാനം കൊടുക്കണമേ. സക്കേവുസിൻ്റെ ഭവനത്തിന് കൊടുത്ത സമാധാനം, ലാസറിൻ്റെ കുടുംബത്തിന് കൊടുത്ത ജീവൻ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ നോമ്പ് ദൈവത്തിൻ്റെ ഒരു അനുഭവമായി മാറട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. സഹോദരങ്ങളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വചനം കൊടുക്കാം, കുടുംബം രക്ഷപ്പെടുത്താം, ജീവൻ നൽകാം.